ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെജിറ്റേറിയൻ ഊണ് തയ്യാറാക്കാം. മാമ്പഴം കാലത്തെ ഒരു അടിപൊളി വെജിറ്റേറിയൻ ഊണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഊണത്തെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാൻ ആദ്യം ഒരു മാമ്പഴം പച്ചടിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് നാട്ടുമാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടിത്തട്ടിയുള്ള കടായോ ഒരു ഉരുളിയോ എടുക്കാം. ഇനി നമുക്ക് മൂക്കെല്ലാം ഒന്ന് ചെത്തിയതിന് ശേഷം നമുക്കിത് ഒരു സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. തൊണ്ട് സഹിതമേ നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. മാമ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊന്നും കളയാണ്ട് തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് നമ്മുടെ മുളക് പൊടി. എരിവും പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മാമ്പഴം നന്നായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ നമുക്ക് അടുപ്പത്തൊന്ന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു രസം തയ്യാറാക്കാം. അതായത് പച്ചമാങ്ങയും കൊണ്ട് രസം തയ്യാറാക്കാം. മൂക്ക് ചെത്തിയതിന് ശേഷം പച്ചമാങ്ങയുടെ ആ ഒരു തൊണ്ടെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അടുപ്പത്തിൽ നമ്മുടെ മാമ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം പച്ചമാങ്ങ നമ്മൾ ഒരു പാത്രത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം. മിക്സി ജാറിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂണ് നമ്മുടെ മല്ലിക്കൊത്തും, 1 ടേബിൾ സ്പൂണ് നമ്മുടെ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, രസത്തിന് വെളുത്തുള്ളി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ തൊണ്ട് കളയാണ്ട് തന്നെയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. വാഷ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വത്തലമുളക്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വക ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ കടലപ്പരിപ്പും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണ് കടുകും ഒരു 1/4 ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് ഈ വക എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീരെ നൈസായിട്ടാണ്, അത് തീരെ നൈസല്ല, റഫ്ലി ആണ് ചോപ്പ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ തൊണ്ട് റിമൂവ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വത്തലമുളക് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വകയെല്ലാം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു സവോള ഒന്ന് വാടി കിട്ടുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. സവോള ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കടുക് താളിച്ചതും കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്ത് രസം ഒന്ന് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിന് നമുക്ക് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് നമ്മുടെ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലൊരു ബോയിൽ ആയതിനു ശേഷം അടിപൊളി മാംഗോ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴം കുക്കായത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മാമ്പഴം ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മധുരത്തിനനുസരിച്ച് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കോ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ശർക്കര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാമ്പഴം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സി ജാറിലോട്ട് ഒരു പിടി നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂണ് കടുക്, ഒരു 1/4 ടീസ്പൂണ് ജീരകം ആഡ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് നന്നായിട്ട് നമ്മൾ അവിയലിനൊക്കെ ചേർക്കുന്ന അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ക്രഷ് ചെയ്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ, അതായത് വെള്ളം അധികം വറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലോട്ടൊന്ന്
ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു അരപ്പെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് ലൈറ്റായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു ടെക്സ്ചർ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു മാമ്പഴം പച്ചടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കടുകൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു വത്തലുമുളക് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വകയെല്ലാം നമ്മുടെ മാമ്പഴം പച്ചടിയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ മാമ്പഴം മധുരക്കറി അല്ലെങ്കിൽ മാമ്പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു അടിപൊളി ചീരത്തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈസൂർ ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്ന് പറയാം, അത് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് 2-3 ചെറിയ ഉള്ളി, ഒരു പിടി നാളികേരം, ഒരു പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കൂട്ട് നമ്മുടെ ചീരയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അരിയും കടുകും എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുവും അരിയും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയും ആ ഒരു അരപ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഗ്യാപ്പ് വിട്ട് നന്നായിട്ട് ലിഡ് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് വീണ്ടും ലിഡ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചീരയില തോരനും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുകുവരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി എടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും നീളമുള്ള പയറും ഞുറുക്കി അതിലോട്ട് പച്ചമുളകും കൂടെ ഞുറുക്കി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കടായിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഓയിൽ ചേർക്കാതെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഗ്യാപ്പ് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ മെഴുകുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മെഴുകുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മെഴുകുവരട്ടി, നമ്മുടെ ചീരയില തോരൻ, മാമ്പഴം പച്ചടി, മാങ്ങ രസം ഇപ്പോഴൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് സെർവ് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് ഞാനിവിടെ ഒരു വാഴയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് നമ്മുടെ റൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചീര തോരൻ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം പച്ചടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മെഴുകുവരട്ടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒപ്പത്തിൽ തന്നെ കുറച്ച് തൈരും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ ഒരു പപ്പടവും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ രസവും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഊണ് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു മാമ്പഴക്കാലത്തെ ഈ ഒരു അടിപൊളി ഊണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി സ്പൈസി ടെസ്റ്റിബിൾ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.